LDF-നെ സംബന്ധിച്ചോളം LDF-ന്റെ ചിഹ്നത്തിൽ, അതായത് CPM-ന്റെ ചിഹ്നത്തിൽ തന്നെ ഒരു സ്ഥാനാർത്ഥി കിട്ടിയതിന്റെ ആവേശം എന്തായാലും കൊട്ടിക്കലാശ സമയത്തും കാണാൻ കഴിയുന്നുണ്ട്. നമുക്കിനി NDA ക്യാമ്പിലേക്ക് പോകാം. അവിടെ നിന്നും രാഗിൻ കൂടി ചേരുന്നുണ്ട്. രാഗിൻ, അങ്ങനെ 2016, 21 ഈ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പിടിച്ച വോട്ടുകൾ, അതിനപ്പുറത്തേക്ക് വോട്ടുകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, ഉപതെരഞ്ഞെടുപ്പിലും വയനാട് പിടിച്ചിരുന്നു. നിലമ്പൂർ മണ്ഡലത്തിൽ BJPക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ സ്ഥാനാർത്ഥികളും സംസ്ഥാന അധ്യക്ഷനൊക്കെ പറയുന്നുണ്ട്. ഈ കൊട്ടിക്കലാശത്തിൽ ആവേശം എങ്ങനെയുണ്ട് BJP ക്യാമ്പിൽ, NDA ക്യാമ്പിൽ? വലിയ ആവേശം തന്നെയാണ് കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അത് മൂന്ന് മുന്നണികൾക്കും ഒരേ രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരേ വേവ്ലെങ്തിലുള്ള ആ ഒരു തരത്തിലുള്ള ഒരു ആവേശം തന്നെയാണ്. പക്ഷേ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അക്ഷരാർത്ഥത്തിൽ നിലമ്പൂർ നഗരം ജനനിബിഡമാണ്. പ്രവർത്തകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. മൂന്ന് മുന്നണി പ്രവർത്തകരുമുണ്ട്. പോലീസേറെ പണിപ്പെട്ടാണ് ഈ ബാരിക്കേഡ് തിരിച്ച് ഓരോരുത്തർക്കും അതിനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ച എന്ന് പറയുന്നത്, ഒരു വശത്ത് ഹരിത പതാക, മറുവശത്ത് ചെങ്കോടി, അപ്പുറത്തെ വശത്ത് UDF-ന്റെ പതാക, അങ്ങനെ ലീഗിന്റെ പതാക, അങ്ങനെ വലിയ തോതിൽ തന്നെ ആവേശം നിറയ്ക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. BJP ക്യാമ്പിനെ സംബന്ധിച്ചിടത്തോളം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ 17,000-ഓളം വോട്ട് നേടിയിരുന്നു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരുടെ ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് 12,248 വോട്ടാണ്. അത് 2016-ലാണ്. അത് BDJS ആണ് മത്സരിച്ചത്. പക്ഷേ കഴിഞ്ഞ തവണ വോട്ട് കുറഞ്ഞു. BJP ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ആ 12,000-ന് മുകളിലേക്ക് വോട്ട് പോയാൽ അത് വലിയ നേട്ടമാണ് എന്ന് തന്നെ കാണുകയാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒരു A-ക്ലാസ് മണ്ഡലമല്ല നിലമ്പൂർ. BJPയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ഒരു മലയോര മേഖലയിലുള്ള ഒരാളെ മത്സരിപ്പിച്ചുകൊണ്ട് BJP നേട്ടം കൊയ്യുമെന്ന പ്രതീക്ഷയാണ് അവർ വച്ചു പുലർത്തുന്നത്. അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ നിർത്തിക്കൊണ്ട് ഒരു പരീക്ഷണമാണ്, ഒരു രാഷ്ട്രീയ പരീക്ഷണമാണ് BJP നടത്തുന്നത്. BJPക്ക് പരമ്പരാഗതമായിട്ടുള്ള വോട്ടുണ്ട്, അതോടൊപ്പം തന്നെ പുത്തൻ വോട്ടർമാർ, അതാണ് BJP ലക്ഷ്യം വയ്ക്കുന്നത്. എന്തായാലും വലിയ ആവേശം നമുക്കിവിടെ കാണാൻ കഴിയുന്നു. പ്രവർത്തകർ പതാക വാനിലേക്ക് ഉയർത്തിക്കൊണ്ട് പാട്ടിനൊപ്പം നൃത്തച്ചുവടുകൾ വെച്ച് മുദ്രാവാക്യം വിളികളുമായി അങ്ങനെ ആടി തിമിർക്കുകയാണ്. അത് 3 ക്യാമ്പുകളിലുമുണ്ട്. അത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ തന്നെ അത് മനസ്സിലാവുകയും ചെയ്യും. എന്തായാലും ആവേശത്തോടെയുള്ള കാഴ്ചകളാണ് കാണുന്നത് ഇപ്പോൾ.